മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹിയെ കൊല്ലാൻ നോക്കി വാമന് തന്നെയാണ് അയാൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി കിട്ടുന്നത്. തട്ടുപൊളിഞ്ഞ് താഴെ വീഴുന്ന വാമന് നട്ടെല്ലിന് തളർച്ച സംഭവിക്കുകയും ഓപ്പറേഷൻ ചെയ്താൽ പോലും ഇനി വാമന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ, ജീവിതകാലം മുഴുവൻ അയാൾ വീൽ ചെയറിൽ കഴിയേണ്ടി വരുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അത് കേട്ട് തളർന്നു പോവാണ് ഉണ്ണി. എന്നാലും അവരും ആ ബാലചന്ദ്രനും ആ തട്ടിൽ കൂടെ നടന്നിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നും ഉണ്ണി ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം ഉണ്ണി തട്ട് പൊളിഞ്ഞ് വീണു എന്ന് വിളിച്ച് അറിയിക്കുമ്പോൾ അത് മഹാലക്ഷ്മി മരിച്ചു എന്ന് ഉറപ്പിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ട് മേഘൻ. എനിക്കും പ്രതാപൻ അങ്കിളിനും സാധിക്കാതിരുന്നത് അച്ഛൻ വിചാരിച്ചപ്പോൾ നിഷ്പ്രയാസം സാധിച്ചു. അച്ഛനെ സമ്മതിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മതിമറന്ന് സന്തോഷിക്കുകയാണ് മേഘൻ ചെയ്യുന്നത്. തുടർന്ന് പ്രതാപനെയും ഈ സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ കുറേ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം ഇത്തവണ നമ്മൾ വിജയിച്ചു അങ്കിളെ, മഹാലക്ഷ്മി മരിച്ചു എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് ശത്രുക്കളും. അപ്പോൾ ഇതറിയുന്ന പ്രതാപനും കരുണയൊക്കെ മതിമറന്ന് തന്നെ എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. കരുണയ്ക്ക് സന്തോഷം അടക്കാനായിട്ട് കഴിയുന്നില്ല. ഉണ്ണിയേട്ടൻ അവളുടെ ശല്യം ഇന്നത്തോടെ തീരും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആദ്യം വിശ്വസിച്ചില്ല. എങ്കിലും ഉണ്ണിയേട്ടൻ കഴിവുള്ളവനാണെന്ന് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലും തെളിയിച്ചു എന്നെല്ലാം സ്വയം പറഞ്ഞിങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. പിന്നീട് സീമന്തിനിയുടെ അടുത്ത് നിന്നിട്ട് മേഘൻ പറയുന്നുണ്ട്, അച്ഛൻ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടും എന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോൾ എന്തായി, തട്ട് പൊളിഞ്ഞു എന്ന് ഉണ്ണി വിളിച്ചറിയിച്ചു എന്നെല്ലാം മേഘൻ പറയുമ്പോൾ അന്ന് അവളുടെ ചിത കൂട്ടിയപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞാണ് അച്ഛനും മോനും ആ പ്രതാപനും ഒക്കെ സന്തോഷിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായത്, അതുകൊണ്ട് അച്ഛൻ വന്ന് എല്ലാം വിശദമായിട്ട് പറയട്ടെ, എന്നിട്ട് നീ ഇങ്ങനെ മതിമറന്ന് സന്തോഷിച്ചാൽ മതി മേഘ എന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മഞ്ജു ആണെങ്കിൽ ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ച് നടുങ്ങുന്നുണ്ട്. തുടർന്ന് മഞ്ജു വേഗം തന്നെ മഹിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസമാവുന്നുണ്ട് മഞ്ജുവിന്. തുടർന്ന് ഏട്ടത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവുമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് മഹി ചോദിക്കുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് മഞ്ജു പറയുന്നുണ്ട്, അല്ല തട്ട് പൊളിഞ്ഞ് ഏട്ടത്തി വീണു എന്ന് പറഞ്ഞുകൊണ്ട് മേഘനും അയാളുടെ അമ്മയും സന്തോഷിക്കുന്നത് കണ്ടു. അത് ഞാൻ ഏട്ടത്തിയെ വിളിച്ചത് എന്ന് പറയുമ്പോൾ അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ മഞ്ജു, തട്ട് പൊളിഞ്ഞ് താഴെ വീണത് നിൻ്റെ അമ്മാവനാണ്, അതായത് മേഘൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു. അത് എന്നെ അപായപ്പെടുത്താൻ വേണ്ടി വെച്ചിരുന്ന കെണിയായിരുന്നു എന്നുള്ള സംശയം എനിക്കും കണ്ണേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞില്ലേ മേഘനും അയാളുടെ അമ്മയൊക്കെ സന്തോഷത്തിലാണെന്ന്, അതോടുകൂടി കണ്ണേട്ടൻ്റെ സംശയം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും ഏട്ടത്തിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, എനിക്ക് അത് മതി എന്ന് പറയുന്ന ആശ്വസിക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. അതേസമയം സീമന്തിനിയും മേഘനും വാമനും ആണെങ്കിൽ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ്. ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമേ, ഇവളുടെ കല്യാണം ആർഭാടമായിട്ട് തന്നെ നമ്മൾ നടത്തും. കണ്ണൻ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെച്ച് ആളാവാൻ നോക്കിയതാ, ഇപ്പം എന്തായി, ഇനി ആ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കയ്യിൽ വന്നു ചേരുമെന്നെല്ലാം മേഘം പറയുമ്പോൾ എന്നാലും ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുക, നിൻ്റെ അച്ഛൻ ഇതുവരെ അങ്ങേരൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ അച്ഛൻ ഉടനെ വരും അമ്മേ, അവൾ തട്ട് പൊളിഞ്ഞ് താഴെ വീണ് മരിച്ചതല്ലേ, അപ്പോൾ പോലീസൊക്കെ അവിടെ വന്നു കാണും, എല്ലാം ഒതുക്കി തീർത്തിട്ട് അച്ഛൻ ഉടനെ വരുമെന്നെല്ലാം മേഘൻ പറഞ്ഞ് നാവെടുക്കുന്നതും. അമ്മാവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഇവിടെ കാത്തിരിക്കേണ്ട, നിങ്ങൾ കരുതുന്നത് പോലെ ഏട്ടത്തിയല്ല തട്ട് പൊളിഞ്ഞു വീണത്, അമ്മാവനാണ്. ഉണ്ണിയേട്ടൻ അമ്മാവനെയും കൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ സീമന്തിനിയും മേഘനും സ്വാതിയും. തുടർന്ന് എടാ മേഘ ഇവൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഏട്ടത്തിയെ വിളിച്ചിരുന്നു, ഏട്ടത്തിക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല, ഏട്ടത്തി പറഞ്ഞു അമ്മാവനാണ് തട്ട് പൊളിഞ്ഞ് ഹോസ്പിറ്റലിലാണെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എന്നാൽ നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് സീമന്തിനി പറയുമ്പോൾ അതിനു മുമ്പ് നമുക്ക് ഉണ്ണിയെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ഉണ്ണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേഘൻ്റെ കോള് കിട്ടുന്നതും ഞാനിപ്പോൾ മേഘേട്ടനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു, ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്, നമ്മൾ കണക്ക് കൂട്ടിയതുപോലെയൊന്നും അല്ല മേഘേട്ടൻ നടന്നത്, ആ തട്ട് പൊളിഞ്ഞ് താഴെ വീണത് അമ്മാവനാണ്, അമ്മാവൻ ഇപ്പോൾ ICUവിലാണ്, സംഗതി കുറച്ച് സീരിയസ് ആണ്, അമ്മാവന് ഉടനെ തന്നെ സർജറി ചെയ്യേണ്ടി വരും, മേഘേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാനെല്ലാം പരിഭ്രമത്തോടു കൂടി ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സീമന്തിനിയും മേഘനും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്.
അവിടെ എത്തിയതിന് ശേഷം എടാ ഉണ്ണി അച്ഛൻ എന്താ സംഭവിച്ചത് എന്ന് മേഘൻ ചോദിക്കുന്നുണ്ട്. അച്ഛൻ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ, പിന്നെന്താ നടന്നത് എന്നെല്ലാം മേഘൻ ചോദിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. അതെല്ലാം മേഘയിട്ട് എനിക്ക് മനസ്സിലാവാത്തത്, അവരും ആ ബാലചന്ദ്രനും ആ തട്ടിലൂടെ നടന്നു, എന്നിട്ട് അവർക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ വിശ്വാസത്തിലാണ് അമ്മാവനും അതിലൂടെ നടന്നത്. പക്ഷേ അമ്മാവൻ തട്ട് പൊളിഞ്ഞ് താഴെ വീണു എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഞാൻ അന്നേ അച്ഛനോടും മോനോടും പറഞ്ഞതല്ലേ അവളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. ഇപ്പം എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട് സീമന്തിനി. തുടർന്ന് വാമന് നട്ടെല്ലിന് സർജറി ചെയ്യണമെന്നും എന്തിലും പഴയ രീതിയിലേക്ക് വാമൻ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ചിലപ്പോൾ കിടന്ന കിടപ്പിൽ തന്നെയാവും, പരസഹായം കൂടാതെ നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലായിരിക്കും എന്നുള്ള കാര്യം എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ണി മേഘനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ സംശയിച്ചത് ശരിയാണ്, അമ്മാവനും ഉണ്ണിയും ചേർന്ന് എന്നെ അപായപ്പെടുത്താനാണ് ആ തട്ട് ഇളക്കി വെച്ചത്, ആ തട്ടിൽ ചവിട്ടി തന്നെയാണ് അമ്മാവൻ താഴേക്ക് വീണത് എന്നെല്ലാം മഹി പറയുമ്പോൾ താനിതെങ്ങനെ അറിഞ്ഞു എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ മഞ്ജു എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു എന്നും അവിടെ മേഘനും അയാളുടെ അമ്മയും ഒക്കെ ഞാൻ മരിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മഹി, കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ തട്ട് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്കുള്ളൊരു കുരുക്കായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും അമ്മാവന് അയാൾ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഞാൻ അന്നേ പറഞ്ഞില്ലേ കണ്ണേട്ടാ, സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ പക കൂടുമെന്ന്, ഒന്നും വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹിയും. പിന്നീട് കാണിക്കുന്നത് വാമൻ്റെ ഓപ്പറേഷനൊക്കെ കഴിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നത്. ജീവന് ആപത്തൊന്നും ഉണ്ടായില്ല എങ്കിലും അയാൾക്ക് ഇനി ഒരിക്കലും പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിൽ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത്. അപ്പോൾ ഇതറിയുന്ന സീമന്തിനിയും മേഘനും ഒക്കെ ആകെ വല്ലാതാവുന്നുണ്ട്. അങ്ങനെ സർജറിക്ക് ശേഷം വാമനെ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വാമൻ്റെ മനസ്സാണെങ്കിലും ഇതിനകം തന്നെ മാറുന്നുണ്ട് കേട്ടോ. കാരണം അയാൾ അത്രയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണല്ലോ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, ഒന്നും വേണ്ടായിരുന്നു മേഘ, എല്ലാം എൻ്റെ തെറ്റാണ്. മഹാലക്ഷ്മി അവൾക്ക് എന്തൊക്കെയോ ചില ദൈവിക ചൈതന്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആ തട്ടിലൂടെ നടന്നിട്ടും അവൾക്ക് ഒന്നും സംഭവിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തിനാ ആ തട്ടിൽ കയറി നടന്നത് എന്ന് മേഘൻ ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മേഘൻ ചോദിക്കുന്നുണ്ട്. ഇനി എൻ്റെ ജീവിതം ഈ വീൽ ചെയറിൽ തന്നെ ആയിരിക്കും അല്ലേ മേഘ, അതിനു മുൻപ് എനിക്ക് കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം എന്നെല്ലാം വാമൻ പറയുമ്പോൾ മരിക്കേണ്ടി വന്നാലും അച്ഛൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക കൂടി ചെയ്യരുത്, കണ്ണൻ്റെ സ്വത്തുക്കൾ അതെന്നായാലും നമുക്ക് തന്നെ വന്നു ചേരുമെന്നെല്ലാം മേഘം പറയുമ്പോൾ ഇനി എനിക്ക് സ്വത്തും പണവും ഒക്കെ കിട്ടിയിട്ട് എന്തിനാണെന്ന് വാമൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജുവിനോടായിട്ട് വാമൻ പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യുക, കണ്ണനെയും മഹാലക്ഷ്മിയും വിളിക്കണം, എനിക്ക് അവർ രണ്ടുപേരോടും എല്ലാത്തിനും മാപ്പ് ചോദിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് കണ്ണനും മഹാലക്ഷ്മിയും ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ വാമനെ കാണാനായിട്ട്. അപ്പോൾ കണ്ണൻ അവിടെ എത്തുന്നതും താൻ ചെയ്ത എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് വാമൻ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു അപകടത്തോടു കൂടി തന്നെ വാമൻ്റെ മനസ്സ് മാറുന്നുണ്ട്. അയാൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആ ഒരു നന്മ അയാൾ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അവരോട് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെ ഒരു വലിയ ദുരന്തം സംഭവിച്ചത് എന്നുള്ള കാര്യം അതോടുകൂടി തന്നെ അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്